എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചൊവ്വാഴ്ച ദിവസം വ്രതം എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വിട്ടത് ഒഡീഷയിലെ ഒരു സ്ത്രീകളൊക്കെ ചേർന്ന് ഒരു വ്രതം എടുക്കുന്ന മംഗളാമ എന്ന് പറയുന്ന വ്രതം എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ 5 ചൊവ്വാഴ്ച ആ വ്രതമുണ്ട്. 5 ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ഈ മാസത്തിൽ നമ്മുടെ മീനമാസം, ഇവിടെ ചൈത്രമാസം എന്ന് പറയുന്ന മാസത്തിൽ 5 ചൊവ്വാഴ്ച വരുന്ന ദിവസങ്ങളിൽ വ്രതമാണ്. 12 മണി വരെ ആ പൂജ വരുന്ന 12 മണി വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇപ്പോൾ ഒരു വെയിലത്ത് അവിടെ പൂജയും കാര്യങ്ങളും ഒരു ദേവീനെ സങ്കല്പിച്ച് ആ വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഞാൻ പോകുന്നില്ല പൂജയ്ക്ക്. മോൻ്റെ അടുത്ത് പഴവും പാലും വേറെ മലരി അങ്ങനെയൊക്കെ ഞാൻ മോൻ്റെ അടുത്ത് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ മോനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും ലാസ്റ്റ് ഡേയിലെ വീഡിയോ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നെക്സ്റ്റ് ഇയറിൽ ആ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്ന് വേറെ വിശേഷങ്ങളൊന്നും വീഡിയോ നമ്മുടെ ഒഡീഷയിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒഡീഷയിലെ കുറേ കാര്യങ്ങൾ ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യാൻ വലിയ താല്പര്യമില്ല, എന്നാലും ഇടയ്ക്ക് കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എനിക്ക് കുളിച്ച് തുണിയെല്ലാം അലക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ തുണി വിരിച്ചിടാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണ്. പൂവൊക്കെ വിരിഞ്ഞത് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ തേനീച്ച കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, അപ്പോൾ തേനീച്ചയിൽ നമുക്ക് കാണാം. പിന്നെ ഇവിടുത്തെ വാർപ്പാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ ഫ്രണ്ടിലുള്ള അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ മണ്ഡപം പോലെ കെട്ടിയിട്ടുണ്ട്. അത് എൻ്റെ പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ 4 തൂണ്. അപ്പോൾ അതിൻ്റെ ഇന്ന് വാർപ്പാണ്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കണ്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ, നോ പ്രോബ്ലം. ഒഡീഷയിലെ കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്കെല്ലാം ഒരുപാട് നന്ദി. ഇനി നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലുണ്ടാവണം. ഷോർട്സിലാണ് എനിക്ക് കുറേ സപ്പോർട്ട്, കുറേ വീഡിയോ ഷോർട്സാണ് നല്ല ഇതിൽ പോകുന്നതും സബ്സ്ക്രൈബ് കയറുന്നതും ഒക്കെ. അപ്പോൾ അത് മാത്രം പോരാ, എൻ്റെ വലിയ വീഡിയോക്ക് കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഒരു ഇതുണ്ടാവും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വേറെ വിശേഷങ്ങളൊന്നുമില്ല. മോളിപ്പോൾ അടുത്ത മാസം വരും. എൻ്റെ മൊബൈൽ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ വേറൊരു മൊബൈൽ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുന്നതേ ഉള്ളൂ. മൊബൈൽ നല്ല ഹീറ്റ് ആവുന്നുണ്ട്, പിന്നെ ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല, അങ്ങനെ കുറച്ച് പ്രോബ്ലമാണ്. വേറൊരു മൊബൈൽ വാങ്ങണം. അപ്പോൾ അതുവരെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് അധികം എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റുന്നില്ല. മൊബൈൽ ഹീറ്റ് ആവുന്ന പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് തേനിനെ കാണാം. കുറേ ദിവസമല്ലേ തേന് കണ്ടിട്ട്. തേന് വലിയ കൂടാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് അധികം പോകാറില്ല, പേടി തന്നെയാണ്. ഒരുപാട് തേനിങ്ങനെ പുറ്റുപോലായിട്ടുണ്ട്. ശരിക്കും അങ്ങനെ മൊബൈലിൽ നല്ല അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല. നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ മൊബൈലിൽ ഇത് ഞാൻ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്നതാണ്. അത് നല്ല ചൂടൊക്കെ ആകുമ്പോൾ എല്ലാം പാറും. അപ്പോൾ നമുക്ക് ശരിക്കും തേനുള്ളത് അതിൽ ആ തേനിൻ്റെ കൂട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മൊബൈലിൽ അങ്ങനെ ക്ലിയറായിട്ട് അത് വ്യക്തമായിട്ട് കാണുന്നില്ല. ഇതാണ് കണ്ടോ, പണ്ടത്തേനേക്കാൾ ഒരുപാട് വലുതായില്ലേ. ആരും ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, എന്നാലും നമ്മളങ്ങനെ അധികം പോകുന്നില്ല അങ്ങോട്ടേക്ക്. ഇനി നമുക്ക് എൻ്റെ പൂച്ചെടികളൊക്കെ കാണാം. എന്താ, എനിക്ക് ഡെയിലി ഫോട്ടോയിൽ പൂജ ചെയ്യാൻ വേണ്ടിയുള്ള പൂവൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ബക്കറ്റിലൊക്കെ ഞാൻ പൂച്ചെടിയൊക്കെ നട്ടുകൊണ്ട് എനിക്ക് ഒരുപാട് പൂക്കൾ ഇവിടെ തന്നെയുണ്ട്. ഡെയിലി പൂജ ചെയ്യാനുള്ള പൂവൊക്കെ ഉണ്ട്. അന്ന് ഈ പൂച്ചെടീൻ്റെ വീഡിയോ എടുക്കുന്ന അന്ന് മോളുണ്ടായിരുന്നു. അതാണ് ആ വീഡിയോൻ്റെ ഫ്രണ്ടിൽ മോളെ കാണുന്നത്. അപ്പോൾ ഇത് ഇവിടെയും നട്ടിട്ടുണ്ട്. താഴെയും തുളസി തറേൻ്റെ അടുത്തും നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തുനിന്നും ഒരു ഇച്ചിരി പൂവാകുമ്പോൾ എനിക്ക് ഒരുപാട് പൂവാകും. അപ്പോൾ പിന്നെ പൂവിൻ്റെ പ്രശ്നമില്ല. എനിക്ക് പൂജ ചെയ്യാനുള്ള പൂവൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് അലക്കുന്ന കല്ല്. അലക്കുകയും ചെയ്യാം, നമ്മളവിടെ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാറും ഉണ്ട്. അപ്പോൾ എന്താ ഇവിടുന്ന് കാണുന്നില്ല, നേരെ ഫ്രണ്ടിലാണ് തേനുള്ളത്. അപ്പോൾ ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല കാറ്റാണ്, നല്ല ഭംഗിയാണ് കാണാൻ.
ഞാൻ തുണിയെല്ലാം വിരിച്ചിടുകയാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്. നമ്മൾ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് താഴേക്ക് പോകണം. അപ്പോൾ വാർപ്പിൻ്റെ പണി അവിടെ തുടങ്ങാറായി. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി നിൽക്കാം. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ. തുണിയെല്ലാം വിരിച്ചിട്ട് വന്നു. അപ്പോൾ ഇനി പോയിട്ട് മോനെ രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കണം, രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഇന്ന് കുറേ ജോലികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വാർപ്പൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഓരോ തിരക്കൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ കുരങ്ങ് വന്നിട്ട് എൻ്റെ കരിയാപ്പില മരത്തിൽ കയറി കളിയോട് കളിയാണ്. ഒന്നും രണ്ടൊന്നല്ല, കുറേ കുരങ്ങന്മാരുണ്ട്. എല്ലാം കുട്ടി കുട്ടി കുരങ്ങന്മാർ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ച് കൊമ്പെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അടിച്ച് ഓടിക്കാത്ത. ഇല്ലെങ്കിൽ ഒരു വടിയൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ച് സൗണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓടിക്കളയും. അപ്പോൾ എന്നാൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നിടയിൽ എൻ്റെ 2-3 കൊമ്പ് ഒടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടും. പിന്നെ അതിൽ കുറച്ച് നേരം ആടിക്കളിക്കും. പിന്നെ വീണ്ടും മുകളിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ചാടും. അങ്ങനെ ഒരു 3 കുരങ്ങ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കായിരുന്നു. എൻ്റെ കൊമ്പെല്ലാം ഓടിച്ചു. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുരങ്ങൊരു സാധനം വെക്കില്ല. ആ കൊമ്പ് ഫുള്ള് പൊട്ടിച്ചു കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചെല്ലാം നശിപ്പിക്കും. ഒരു സാധനം പൂച്ചെടികളൊന്നും വെക്കില്ല. ഞാൻ കാണിച്ചാലെല്ലാം ആ പൂച്ചെടി മാത്രമൊന്നും ചെയ്യില്ല.
അല്ലാതെ വെജിറ്റബിളൊക്കെ നട്ട് കഴിഞ്ഞാൽ എല്ലാം പറിച്ചുകൊണ്ട് പോകും. തുളസിയൊക്കെ പറിച്ച് ഇലയൊക്കെ, തുളസിയുടെ ഇലയൊക്കെ പറിച്ച് തിന്നും. ഉത്സവമായിരുന്നു. ആ വീഡിയോ ആണ് ഞാൻ നെക്സ്റ്റ് വിടുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാൻ, നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും അതൊന്ന് വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.